കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു പാക്കറ്റ് കൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് വെച്ച് വല്ല റൈസോ വല്ലതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ കൂണൊന്നും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്തു. ഓൾറെഡി ഇത് ഉപ്പുവെള്ളമായിരുന്നു. ഇതിനകത്തോട്ട് ഞാൻ ആ ബീൻസും ക്യാപ്സിക്കും ഇടുന്ന് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്നിട്ട് പിന്നെ അതങ്ങ് മാറ്റിയതാ. അതിനുശേഷം എല്ലാത്തിൻ്റെയും തൊലി ഒന്ന് കളയണമായിരുന്നു. തൊലി കളഞ്ഞിട്ട് പെട്ടെന്ന് 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുത്തിട്ടേ അങ്ങ് തുടച്ചെടുത്തു. അല്ലെങ്കിൽ പിന്നെ വെള്ളം അങ്ങ് പിടിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ നേരം ഈ വെള്ളം എല്ലാം കൂടെ അങ്ങ് ഇറങ്ങി അങ്ങ് കുളമാവും. ഒന്ന് തുടച്ചെടുത്താൽ പിന്നെ വെള്ളം ഇറങ്ങത്തില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ അറിയുന്നതാണ്. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ സ്ഥിരം ഇങ്ങനെ വെള്ളം ഇറങ്ങി കുളത്തിനകത്താണ് കറി ഉണ്ടാക്കാറ്. ഞാൻ ആദ്യമാണ് കേട്ടോ ഇതുപോലെ മഷ്റൂം റൈസ് ഉണ്ടാക്കുന്നത്. സാധാരണ എന്തെങ്കിലും കറി പോലെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടമല്ല എൻ്റെ മണവും ടേസ്റ്റും. അപ്പോൾ പിന്നെ റൈസ് ആകുമ്പോൾ അതങ്ങനെ അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ ഈ തവണ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പിന്നെ ആദ്യം തന്നെ പാൻ ചൂടായ ശേഷം വെളുത്തുള്ളിയും സവാളയും ഇട്ട് വഴട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ ഓർക്കുന്നത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒന്നും അരിഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഇടണ്ടേ ഫ്രൈഡ് റൈസ് പോലെ ആകുമ്പോൾ. പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ടേ ഇത് കുറച്ച് സ്ലോ കുക്കിങ്ങാണ് കുറച്ച് നല്ലത്. തീ കൂട്ടിയിട്ട് എല്ലാം കൂടെ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടിട്ട് ബാക്കി വെജിറ്റബിൾസ് എല്ലാം അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാനാണെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചതായിരുന്നേ. ഒരു വർഷമായി കാണും കേട്ടോ. 1 വർഷമല്ല 2 വർഷമായി കാണും. പക്ഷേ കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സെറ്റ് ആവുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ അവസാനം ഇപ്പം എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എല്ലാം എടുത്ത് കളഞ്ഞു കേട്ടോ, സ്ക്രാച്ച് വീണപ്പം. അപ്പോൾ പിന്നെ അവസാനം ഈ ഒരു പാത്രം മാത്രമേ ഉള്ളൂ ഇനി. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം പുറത്തെടുത്ത് ഇതൊന്ന് വീണ്ടും ഒന്ന് റെഡിയാക്കി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഇന്ന് കുഴപ്പമില്ലായിരുന്നു. അത് കറക്റ്റ് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തപ്പോഴേ അങ്ങനെ അടിയിലൊന്നും പിടിച്ചുമില്ല. അങ്ങനെ പിന്നെ വെജിറ്റബിൾസ് എല്ലാം ആയപ്പോഴത്തേക്ക് റൈസ് ഇട്ടു. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഇട്ടു. പിന്നെ ജസ്റ്റ് ഒരു പിഞ്ച് ഗരം മസാലയും ഇട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ സോയാ സോസോ ടൊമാറ്റോ സോസോ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ സാധാരണ. അത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ സൈഡായിട്ട് സാലഡും പപ്പടവും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ കുറച്ച് ഡേറ്റ്സ് അച്ചാറും ഇരിപ്പുണ്ടായിരുന്നു.